ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. പൊട്ടാറ്റോ വെച്ചിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ? അതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതിന് വേണ്ടിയിട്ട് 4 പൊട്ടാറ്റോയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മീഡിയം സൈസിലുള്ള 4 പൊട്ടാറ്റോ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. 250 ml കപ്പിൽ എടുക്കുകയാണെങ്കിൽ 2 കപ്പ് ഗ്രേറ്റ് ചെയ്ത പൊട്ടാറ്റോ ആണ് കേട്ടോ ഉള്ളത്. ഇനി ഇത് കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തതാണ് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അധികമൊന്നും വേണ്ട, 1 ടീസ്പൂൺ മാത്രം മതി. 4 പച്ചമുളക് നൈസായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി 2 എഗ്ഗ് ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി 1/2 കപ്പ് മൈദയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി വേണ്ടത് അരിപ്പൊടിയാണ്, 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇത്രയും ചേർത്തിട്ട് നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അളവുകളൊക്കെ കറക്റ്റ് ആയിട്ട് ഇതുപോലെ തന്നെ എടുക്കുക. അപ്പോൾ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിൽ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇതുപോലെയാണ് വേണ്ടത്. നമ്മൾ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പാനിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഓയിൽ യൂസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അധികം ഓയിലൊന്നും വേണ്ട, കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഒരു സ്പൂണിൽ ഇതുപോലെ കുറച്ച് എടുത്തിട്ട് എണ്ണയിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കുക. സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പ് ആക്കി കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് കയ്യിൽ നനച്ചു കൊടുത്തിട്ട് കയ്യിൽ വെച്ച് തന്നെ ചെറുതായിട്ടൊന്ന് പരത്തി റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താലും മതി. നിങ്ങൾക്ക് എങ്ങനെയാണോ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തെടുക്കാം. അധികം തിക്കായിട്ട് ചെയ്തെടുക്കണ്ട, കുറച്ച് കനം കുറച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് കൂടുതൽ പെട്ടെന്ന് കുക്കാവുകയും ചെയ്യും, കൂടുതൽ ടേസ്റ്റും കഴിക്കാനായിട്ട്. അപ്പോൾ അതാ ഒരു സൈഡ് ചെറുതായിട്ട് ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഫ്ലെയിം കൂട്ടി വെക്കരുത്. ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് 2 സൈഡും കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അതാ 2 സൈഡും നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്, നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട്. ഒരു 3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത് അധികം എണ്ണയൊന്നും കുടിക്കില്ല. പുറമേ ചെറുതായിട്ട് ക്രിസ്പി ആയിട്ടും അകമേ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന സ്നാക്കാണ്. ഇത് വെറുതെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ചട്നിയോ അല്ലെങ്കിൽ സോസോ ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഈ സ്നാക്ക് ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക് യു.